ടി.എച്ച്. മുസ്തഫയുടെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളുടെ വിവരവുമായി ചേതൻ കൂടി ചേരുന്നു. ചേതൻ, അതായത് കോൺഗ്രസിന് വലിയൊരു നഷ്ടം തന്നെയാണ് ടി.എച്ച്. മുസ്തഫയുടെ വിയോഗം. വിദ്യാർത്ഥി സംഘടനയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തി, പിന്നീട് നീണ്ട 14 വർഷം എറണാകുളം DCC പ്രസിഡന്റായി പ്രവർത്തിക്കുകയും 5 തവണ നിയമസഭാ അംഗവുമായിരുന്നു. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് പകരം വെക്കാനില്ലാത്ത ഒരു നേതാവിനെ കൂടിയാണ് ഈ ഒരു അവസരത്തിൽ നഷ്ടമായിരിക്കുന്നത്. അതേ ആര്യ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് നേതൃനിരക്കും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കും കനത്തൊരു നഷ്ടം തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 6:30 മണിയോടെയാണ് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവായ ടി.എച്ച്. മുസ്തഫയുടെ അന്ത്യം സംഭവിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയായ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു അന്ത്യം. മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ആലുവയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വീട്ടിൽ വെച്ചായിരിക്കും പൊതുദർശനം അടക്കം നടക്കുക. അതുപോലെ തന്നെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കും. ഇന്ന് രാത്രി 8 മണിക്ക് മാറമ്പള്ളി ജുമാ മസ്ജിദിലാണ് ഖബർസ്ഥാനിൽ വെച്ചായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. ടി.എച്ച്. മുസ്തഫ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ല കണ്ട അധികായന്മാരായ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ് ടി.എച്ച്. മുസ്തഫ. 5 തവണ നിയമസഭയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇത് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ എത്രത്തോളം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും നൽകിയ സംഭാവനകൾ എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരുന്നതാണ്. 1970-ലാണ് ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. 77-ലും തുടർന്ന് 82-ലും 87-ലും 91-ലും 2001-ലും MLA ആയി. ഇതിനിടെ സംസ്ഥാനത്തെ ഭക്ഷ്യമന്ത്രിയായിരുന്നു. കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കെ കരുണാകരന്റെ അടുത്ത എറണാകുളം ജില്ലയിലെ അടുത്ത വിശ്വസ്തന്മാരിൽ ഒരാളാണ് ടി.എച്ച്. മുസ്തഫ. ചേതൻ, 8 മണിയോടെ ഖബറടക്കം നടക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. പൊതുദർശനം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ആര്യ, ഇപ്പോൾ മൃതദേഹം ആലുവയിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് പൊതുദർശനം ഉണ്ടാവുക. പാർട്ടി ഓഫീസിലേക്കൊന്നും കൊണ്ടുപോകില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. വീട്ടിൽ വെച്ചായിരിക്കും അണികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക. പാർട്ടി ഓഫീസിലേക്കൊന്നും കൊണ്ടുപോകില്ല എന്നാണ് നമുക്ക് കിട്ടിയ ഏറ്റവും ഒടുവിലത്തെ വിവരം. ആര്യ, ശരി, വ്യക്തമാണ്. ചേതനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.